മക്കളെ, ഇന്ന് നമുക്ക് മേരി മാം എന്ന ഫിലിമി ഗീതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. തുജെ സബ് ഹേ പതാ ഹേ ന മാം, ഇസ് കഥൻ സേ ക്യാ വ്യക്ത് ഹോത്താ ഹെ? നിനക്കെല്ലാം അറിയുന്നതല്ലേ അമ്മേ എന്ന ഈ കുട്ടിയുടെ ഈ അഭിപ്രായത്തിൽ എന്താണ് വ്യക്തമാകുന്നത്? ആൻസർ നോക്കാം. ബച്ച ചാഹേ അപ്പനെ മൻ കി ബാത്ത് ന കഹേ. കുട്ടി മനസ്സിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. മൻ കി ബാത്ത് ന കഹേ, പറയുന്നില്ല. ഫിർ ബി, എന്നിട്ട് കൂടി, എന്നിരുന്നാലും, മാം സബ് ജാൻ ജാത്തി ഹെ, അമ്മ എല്ലാം മനസ്സിലാക്കുന്നു. അതാണ് അമ്മയ്ക്കെല്ലാം അറിയുന്നതല്ലേ എന്ന് ചോദിക്കുന്നത്. ബേജ്ന ഇത്തന ദൂർ മുജ്കോ തു ബേട്ടാ ക്യോം ഐസാ കഹത്താ ഹോഗാ? ബേജ്ന ഇത്തന ദൂർ മുജ്കോ തു, എന്നെ നീ ഇത്രയും ദൂരേക്ക് അയക്കരുത് എന്ന് മകൻ പറയുന്നുണ്ടല്ലോ. ബേട്ടാ ക്യോം ഐസാ കഹത്താ ഹോഗ, എന്തുകൊണ്ടായിരിക്കും മകൻ അങ്ങനെ പറയുന്നത്? എന്നെ ഇങ്ങനെ ഇത്രയും ദൂരത്തേക്ക് അയക്കല്ലേ എന്ന് മകൻ പറയാൻ എന്താണ് കാരണം? മാംസേ ദൂർ ഹോനെ പർ ഉസേ അകേലാപ്പൻ, ഡർ और असुरक्षा महसूस होती है. എന്താണ് കാരണം? മാംസേ ദൂർ ഹോനെ പർ, അമ്മയിൽ നിന്നും അകന്നു കഴിയുമ്പോൾ, അകേലാപ്പൻ, ഒറ്റപ്പെടൽ, ഏകാന്തത അനുഭവിക്കും. അതുപോലെ തന്നെ ഡർ, ഭയം, അസുരക്ഷ, സുരക്ഷിതമില്ലായ്മ ഒക്കെ മഹസൂസ്, തോന്നും, അനുഭവപ്പെടും എന്നാണ് പറഞ്ഞത്. അമ്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന സമയത്ത് ഒറ്റപ്പെടൽ, ഭയം, സുരക്ഷിതമില്ലായ്മ ഒക്കെ അനുഭവപ്പെടും. അതുകൊണ്ടാണ് കുട്ടി എന്നെ ദൂരേക്ക് അയക്കല്ലേ എന്ന് പറഞ്ഞത്. जोर से झूला झुलाते समय सहम जाने पर भी बेटा बापा से क्यों शिकायत नहीं करता होगा? ജോർ സേ ജൂല ജുലാത്തെ സമയ, ശക്തമായിട്ട് ഊഞ്ഞാലാട്ടുന്ന സമയത്ത്, സഹം ജാനെ പർ ബി, പരിഭ്രമമുണ്ടായിട്ടിരുന്നു കൂടി, ബേട്ട, മകൻ, ബാപ്പാസെ, അച്ഛനോട്, ക്യോം ശിക്കായത്ത് നെഹിം കർത്താ ഹോഗ, എന്തുകൊണ്ടായിരിക്കാം പരാതിപ്പെടാതെ ഇരുന്നത്? എനിക്ക് പേടിയുണ്ട് എന്ന കാര്യം അച്ഛനോട് പരാതി പറയാതെ, ശിക്കായത്ത് നെഹിം കർത്താ ഹോഗ, എന്തുകൊണ്ടായിരിക്കാം ആ ഒരു പേടി അനുഭവിച്ച് അങ്ങനെ ഇരുന്നത്? അച്ഛനോട് പറയാതെ അങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. വഹ് അപ്പനെ ഭീത്തർ സഹം ജാത്താഹെ പർ ചുപ്പ് രഹത്താഹെ, അവൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്, പക്ഷേ മിണ്ടാതെ ഇരിക്കുന്നു. യഹ് ഉസ്കി സംവേദനശീലത और മാസൂമിയത്ത് കോ ദർശാത്ത ഹെ, ഇത് അവൻ്റെ മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, ഇത് അവൻ്റെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ സംവേദനശീലതയുമാണ് വ്യക്തമാക്കുന്നത്. നിഷ്കളങ്കതയും സംവേദനക്ഷമത എന്ന് പറയും. സംവേദനശീലത എന്ന് പറഞ്ഞാൽ സംവേദനക്ഷമതയും അതുപോലെ തന്നെ നിഷ്കളങ്കതയുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. इस फिल्म गीत में आपके दिल को छूने वाली बातें चुनकर लिखिए എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഫിലിമി ഗീതിൽ നിങ്ങളുടെ മനസ്സിനെ തൊട്ട, നിങ്ങളുടെ മനസ്സിൽ എന്താണ് അത്രയ്ക്ക് തൊട്ട ഒരു അനുഭവം ഉണ്ടായ കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിനെ സ്പർശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ എഴുതേണ്ടത്. ജുലാത്തെ സമയിലെ, ഊഞ്ഞാലാട്ടുന്ന സമയത്ത് അമ്മ വന്ന് പിടിക്കും എന്ന് കരുതി, അത് മനസ്സിൽ സ്പർശിച്ച കാര്യമാണ്. അപ്പോൾ അത് അടയാളം പെടുത്തി തരാം, നിങ്ങൾ എഴുതിയെടുക്കുക. എന്താ, വീടുമേ യു നാ ചോടോ മുജെ, എന്നെ ഇങ്ങനെ തിരക്കിലേക്ക് എന്നെ പറഞ്ഞേക്കാതിരിക്കൂ എന്ന് ആ കുട്ടി പറയുന്നുണ്ടല്ലോ, അത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഏതാണോ അത്രയ്ക്ക് സ്പർശമായിട്ട് തോന്നിയത് അതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2 കാണിച്ചു തരാം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എഴുതുക. പിന്നീട് മനസ്സിൽ സ്പർശിച്ചത് ഇതാണ്. ജബ് ബി കബി പാപ്പ മുझे जोर जोर से झूला झुलाते हैं माँ, मेरी नसर टूंडു मुझे सोचूं ही तू आके दामेगी माँ, അല്ലേ? എന്താണ് ചിന്തിച്ചത്? നീ വന്നിട്ട് ഊഞ്ഞാല് പിടിച്ചു വെക്കും എന്ന് ഞാൻ ചിന്തിച്ചു അമ്മേ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതും മനസ്സിനെ സ്പർശിച്ചതാണ്, സ്പർശിച്ച വരികളാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ വരി നിങ്ങൾ എഴുതുക. ഇനി അടുത്ത ചോദ്യം നോക്കാം.
इन बातों के प्रसंग पर ईशान അവസ്ഥി की ഡയറി കൽപ്പന करके लिखे. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈശാൻ അവസ്ഥി എഴുതുന്ന ഡയറിയാണ് നിങ്ങളോട് സങ്കല്പിച്ചെഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 10 ജനുവരി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ജനുവരി 10 എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എഴുതിയത് നോക്കാം. താരീഖ് ഞാൻ ഇവിടെ ഒരു വേറെ താരീഖ് കൊടുത്തിട്ടുണ്ട്. 20 ഒക്ടോബർ 2020 ശനിവാർ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ ആ ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബാക്കി ഭാഗം എഴുതുക. എങ്ങനെയാണ് എഴുതിയതെന്ന് നോക്കാം. ആജ് മേ മാം കോ ബഹുത് യാദ് കർ രഹാ ഹൂം. ഇന്ന് ഞാൻ അമ്മയെ വളരെയധികം ഓർമ്മിച്ചു. സ്കൂൾ മേ സബ് ബच्चे अपने മാം ബാപ്പ കെ സാത്ത് ആയേ ഥേ. സ്കൂളിൽ എല്ലാ കുട്ടികളും തങ്ങളുടെ അച്ഛനമ്മമാരോടൊപ്പമാണ് വന്നിരുന്നത്. പർ മേ അകേലാത. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, തനിച്ചായിരുന്നു. മാംനെ കഹാദ ബേട്ട ദൂർ രഹോ ലേക്കിൻ ഡർന മത്. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മകനെ നീ ദൂരെ താമസിച്ചോളൂ, പക്ഷേ ഡർന മത, നീ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർ മേ അന്തേരേസെ ഡർ ഗയാദ. പക്ഷേ ഞാൻ ഇരുട്ടിനെ ഭയപ്പെടുന്നു. മാം തൂ സബ് സമജ് ജാത്തി ഹേ നാ, തൂ ഹോത്തി തോ മുझे अपने पास सुला लेती. മാം തൂ സബ് കുച്ച് ജാൻതി ഹേ നാ. അമ്മേ നിനക്കെല്ലാം അറിയുന്നതല്ലേ, അറിയാവുന്നവളല്ലേ അമ്മേ നീ എന്ന് ചോദിക്കുകയാണ്. തോ ഹോത്തി തോ മുझे अपना पास सुला लेती. നീ ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് അമ്മയുടെ അരികിൽ ഉറങ്ങാമായിരുന്നു അല്ലേ. അമ്മ അപ്പം ആ കുട്ടിയുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ അമ്മയുടെ കൂടെ കിടത്തി ഉറക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കബി കബി സോച്താ ഹൂം തൂ മുझे ഇത്തനാ ദൂർ ക്യോം ഭേജ്തി ഹേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കും, എന്തിനാണ് ഇപ്പം എന്നെ എത്രയും ദൂരേക്ക് അയച്ചത് എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. പർ ഫിർ യാദ് ആത്താ ഹേ. പക്ഷേ പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. തൂ മേരെ ലിയേ ഹി തോ ഐസാ കർത്തി ഹേ. നീ എനിക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നു. അത്രയാണ് ഇവിടെ ഡയറി എഴുതിയിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. तारे समय पर सिनेमा देखें और ദർശാൻ അവസ്ഥി നമുക്ക് പത്രയ്ക്ക് വിശേഷതായും പാത്രയ്ക്ക്, അതായത് ഈശാൻ അവസ്ഥി എന്ന പേരായിട്ടുള്ള കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഈശാൻ അവസ്ഥി നമുക്ക് പാത്രക്ക പരിചയത്തെ ഹുയെ ടിപ്പണി ലിഖെ. എന്നിട്ട് ഈശാൻ അവസ്ഥി എന്ന കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഫിലിമി ഗീത ആലാപ് കരയാണ്. അത് നിങ്ങൾ ചെയ്യണം, എന്നിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ടിപ്പണി നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത് ടിപ്പണി. താരേ സെമീൻ പർ നാമക്ക്, സെമീൻ പർ എന്നാണ് കേട്ടോ, ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. താരേ സെമീൻ പർ ഇത് രാണ് കേട്ടോ. പർ നാമക്ക് സിനിമ കാ മുഖ്യ പാത്ര ഹേ ഈശാൻ അവസ്ഥി. അപ്പോൾ താരേ സെമീൻ പർ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ഈശാൻ അവസ്ഥി. വഹ് മാംസെ ബഹുത്ത് പ്യാർ കർത്തി തി. അവൻ അമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പരിവാർ കെ സാത്ത് രഹിനെ കോ ബി ചാത്തി തി. കുടുംബത്തോടൊപ്പം താമസിക്കാനും അവൻ ആഗ്രഹിച്ചിരുന്നു. ലേക്കിൻ വഹ് പഠായി മേ ദുർബൽ ഹോനെ കെ കാരൺ. പക്ഷെ അവൻ പഠനത്തിൽ പിന്നോക്കമായതു കാരണം ഉസേ പഠനെ കെ ലിയേ ബോർഡിംഗ് മേം ബേച്ച്തി ഹേ. അവനെ പഠിക്കാൻ വേണ്ടിയിട്ട് ബോർഡിങ്ങിലേക്ക് അയച്ചു. വഹ് മാംസേ, മാം കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വേണം കേട്ടോ അവിടെ. മാംസേ, വഹ് മാംസേ അവൻ അമ്മയോട് ദൂർ നഹി രഹ്ന ചാത്തി ദി. ദൂരെ, അമ്മയിൽ നിന്നും ദൂരെ അകന്ന് ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. വഹ് മാംസേ അവൻ അമ്മയിൽ നിന്ന് വളരെ ദൂരെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. ഇസ് കവിതാമേ ഉൻകി സംവേദനശീലത और മാസൂമിയത്ത് को दर्शाता है. ഈ കവിതയിൽ, അതായത് ഈ ഫിലിമി ഗീതിൽ ഉസ്കി സംവേദനശീലത, അവൻ്റെ സംവേദനക്ഷമതയും അതുപോലെ തന്നെ മാസൂമ്യത്ത് നിഷ്കളങ്കതയും ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നു. ദർശായ ഹേ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്वेസ്റ്റ്യൻ അത്രയാണുള്ളത്. ഇനി വിശേഷ ദിവസ് अक्टूबर और नवंबर महीनों के विशेष दिवसों को पहचाने क्रम से क्रम 5 വിശേഷ വിഷയ ദിവസവും കോ സൂചി ബന്ദ് കരയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 വിശേഷ ദിവസങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബറിലും അതുപോലെ തന്നെ നവംബറിലുമുള്ള 5 വിശേഷ ദിവസങ്ങൾ. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണത്. അത് നിങ്ങൾ തന്നെ 5 വിശേഷ ദിവസങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക, എഴുതിയെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.